മഹാരാഷ്ട്രയിലെ നവി മുംബൈയിൽ പട്ടാപ്പകൽ മോഷണം. ബൂർഖ ധരിച്ചെത്തിയ 3 പേർ ജുവലറിയിൽ കയറി മോഷണം നടത്തി. തോക്കു ചൂണ്ടി ജുവലറി ഉടമയെ നിർത്തിയ ശേഷമാണ് മോഷണം നടന്നത്. CCTV ദൃശ്യങ്ങൾ 24 കിട്ടി. ആദ്യം നമുക്ക് ആ ദൃശ്യമൊന്ന് കാണാം. ഇവരുടെയൊക്കെ മുഖം കാണാൻ പറ്റിയില്ല, ഇരുട്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, ഇവരെയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു? ഇവരുടെ മുഖം നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയാണ്, പോലീസിന് തിരിച്ചറിയാൻ പറ്റിയോ? SKN ഇന്നലെ രാവിലെ ഏതാണ്ട് 10:45 നടന്ന സംഭവമാണ്. നവി മുംബൈയിലെ സീവുഡ്സിലെ സെക്ടർ 42A ഈ ജ്വല്ലറി ഉള്ളത്. സംഘം എന്നതാണ് ഈ ജ്വല്ലറിയുടെ പേര്. അവിടേക്ക് ഈ സമയം 3 പേർ ബുർക്ക ധരിച്ച് കടന്നെത്തുന്നു. പിന്നീട് തോക്ക് ചൂണ്ടി ഈ ജ്വല്ലറി ഉടമയെ തോക്കിൻ മുനയിൽ നിർത്തിയാണ് മറ്റുള്ള 2 പേർ ചേർന്ന് ഈ അവിടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ ബാഗിലേക്ക് മാറ്റുകയും അതുമായി അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തത്. പുറത്ത് ഒരു കാറിൽ ഒരു സംഘം ഒരാൾ അവിടെ ഇവർക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഈ സ്വർണവുമായി പുറത്തിറങ്ങിയ ആളുകൾ ഈ വാഹനത്തിലാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ആരാണ് ഈ ആക്രമണം നടത്തിയത്, മോഷണം നടത്തിയത് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. കാരണം ബുർക്ക ധരിച്ച് അവരെ തിരിച്ചറിയാൻ കഴിയാത്ത വിധമാണ് ഈ മോഷ്ടാക്കൾ എത്തിയത്. മാത്രമല്ല, ഒരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ജ്വല്ലറി ഉള്ളത്. അങ്ങനെ ഒരു മേഖലയിലെത്തി മോഷണം നടത്താൻ അവർ ധൈര്യം കാണിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും പോലീസ് ഇപ്പോൾ വിവിധ സംഘങ്ങളെ തിരിഞ്ഞ് 4 സംഘങ്ങളെ തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത്. പ്രതികളെ പിടികൂടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തോക്ക് അത് വെടിയുതിർത്തിരുന്നില്ല, അതുകൊണ്ട് ഇത് ഒറിജിനൽ ആണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒപ്പം വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വ്യാജമാണ് എന്നതാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. SKN. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രൻ, യഥാർത്ഥത്തിൽ പട്ടാപ്പകലൊക്കെ ഇങ്ങനെ പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് കീഴെ മോഷണം നടത്താനൊക്കെ ഉള്ള കപ്പാസിറ്റി, അവന്റെ ആംബിയർ സമ്മതിച്ചേ പറ്റൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.